ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് വളരെ മനോഹരമായ റിസോർട്ടിലേക്കാണ്. ആ റിസോർട്ട് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇതാ വളരെ ഭംഗിയുള്ള കോഴിക്കോടിലെ റിസോർട്ട്. കാണാൻ തന്നെ എന്ത് മനോഹരമാണ് ഇവിടെ. ഇത് കണ്ടോ, ഇവിടുന്ന് അപ്പുറത്തേക്കും അവിടുന്ന് ഇപ്പുറത്തേക്കും കടക്കാനായി വേണ്ടിയുള്ള വളരെ മനോഹരമായിട്ടുള്ള ബ്രിഡ്ജ് പോലെ ആക്കിയുള്ളത് കണ്ടോ. ഈ വെള്ളത്തിലൂടെ വളരെ മനോഹരമായി നീന്തി തുടിക്കുന്നത് കണ്ടോ. കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. മഴയുള്ള സമയത്താണെങ്കിൽ പറയുകയേ വേണ്ട, കാണാൻ തന്നെ എന്ത് മനോഹരം. ഈ റിസോർട്ടിൽ എവിടെ നോക്കിയാലും വളരെ ഭംഗിയുള്ളതാണ്. എന്ത് മനോഹരം. സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടോ, കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. മഴയത്ത് ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ്. ഇവിടെയുള്ള റൂം വളരെ നല്ല ഒരു റൂമാണ് നമ്മൾക്ക് താമസിക്കാനൊക്കെ. പിന്നെ ഈ ചെയറാണെങ്കിലും എല്ലാം ഒരു വളരെ ഭംഗിയുള്ളതാണ്. പിന്നെ ഇവിടെയുള്ള പച്ചപ്പാണെങ്കിലും ഇവിടെയുള്ള ഗാർഡൻ, ചെടി, പിന്നെ കാർ പാർക്കിംഗ് എല്ലാം വളരെ സൂപ്പറായിട്ടാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ആർക്കും ഇവിടെ വന്നാൽ മടുപ്പ് തോന്നില്ല. എല്ലാം എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഇവിടുത്തെ ഫുഡാണെങ്കിലും ഇവിടുത്തെ എല്ലാം, ഇവിടുത്തെ ലൈറ്റ് ആണെങ്കിലും ഇവിടുത്തെ കുറേ ഡെക്കറേഷൻ ആണെങ്കിലും എല്ലാം എല്ലാം നല്ല അലങ്കരിച്ച് വെച്ചിട്ട് വളരെ നന്നായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം. ഇവിടെ പല സ്ഥലങ്ങളിൽ നോക്കിയാലും നല്ല ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ്. പിന്നെ ഇവിടെ വാഹനം വെക്കാൻ പറ്റില്ല എന്ന ഒരു പേടി ആർക്കും വേണ്ട. വാഹനം വെക്കാനൊക്കെ വളരെ നല്ല സ്ഥലമാണ് ഇവർ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇനി ഏത് കാര്യത്തിനാണെങ്കിലും നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ റൂമാണെങ്കിലും ബെഡാണെങ്കിലും ഫാനിൻ്റെ കാറ്റൊക്കെ നല്ല സ്പീഡുള്ളത് തന്നെയാണ്. പിന്നെ ബൾബ്, പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇത്രയും നല്ലൊരു റിസോർട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല. ചില റിസോർട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും മനോഹരമായ റിസോർട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കോഴിക്കോടാണ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്, പക്ഷേ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഇവിടെ കണ്ടോ, സ്വിമ്മിംഗ് പൂൾ കണ്ടോ, എന്ത് മനോഹരമാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് ചെയറൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ബെഞ്ചൊക്കെ ഉണ്ട്. ഒരു കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. മഴ കൊള്ളാതിരിക്കാൻ ഉണ്ട്, അതിൻ്റെ സംവിധാനവും ഉണ്ട് അവിടെ. പിന്നെ അടുത്തടുത്തായി ചെടികളുണ്ട്. അതാണ് മെയിനായിട്ട് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നിയ കാര്യം. നമ്മുടെ റൂമിൻ്റെ തൊട്ട് പുറത്തായിട്ടാണ് ഇവിടെ ചെടി വെച്ചിരിക്കുന്നത്, തൊട്ട് പുറത്തായിട്ടോ. പിന്നെ എവിടെ നോക്കിയാലും നമ്മൾക്ക് പച്ചപ്പും ചെടിയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് മനസ്സിനൊരു കുളിർമ തരുന്നൊരു, അല്ലെങ്കിൽ കണ്ണിനൊരു കുളിർമ തരുന്നൊരു കാഴ്ചയാണ് ഇതൊക്കെ. പിന്നെ ഇത് കണ്ടോ, പഴയ കാലം ഓർമ്മിക്കാനായി അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായി ചെയ്തിരിക്കുകയാണ് ഈ റിസോർട്ട്. ആർക്കും ഇത് ഇഷ്ടപ്പെട്ടു പോകും. ഇവിടെ മഴയായാലും വെയിലായാലും ആർക്കും ഒരു മടുപ്പ് തോന്നില്ല. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇവിടെ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ വരാൻ പറ്റിയ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലം എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു സ്ഥലത്തല്ല, പിന്നെ ചിലയിടത്ത് ബെഞ്ച്, ചിലയിടത്ത് ചെയറ്, വളരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായ റിസോർട്ട് തന്നെയാണിത് കേട്ടോ. ഇത് നമുക്ക് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ്. കാർട്ടൂണൊക്കെ കണ്ടോ, ടി വി ഒക്കെ കണ്ടോ. കുട്ടികൾക്ക് നോക്കി നിന്ന് ആസ്വദിക്കാൻ പറ്റിയ വളരെ മനോഹരമായ സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഉള്ളത്. അതൊരു കാണാൻ ഒരു ബോറില്ലാത്ത പോലെ നല്ല ഭംഗിയുള്ള, കാണാൻ തന്നെ നല്ലൊരു ആകൃതിയിൽ നല്ലൊരു ഷേപ്പിലാണ് ഇവർ സ്വിമ്മിംഗ് പൂൾ ഇവിടെ ആക്കി വെച്ചത്.
കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു വളരെ മനോഹരമായ ഒരു റിസോർട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ് ഇവിടെ. ഇവിടെ ഒരു വേസ്റ്റ് പോലും നമ്മൾക്കിവിടെ കാണാൻ പറ്റില്ല. എല്ലാം വളരെ വൃത്തിയോടെയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ റിസോർട്ടിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാനുള്ളതായി നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയുള്ള നമ്മൾക്ക് താമസിക്കാൻ പറ്റിയ റൂം, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നമുക്ക് തൃപ്തി തോന്നുന്ന ഒരു വീടാണ്. പിന്നെ ഫോട്ടോ എടുക്കാൻ എവിടെയാണെങ്കിലും നമുക്ക് പച്ചപ്പുണ്ട്, നല്ല ചെടിയുണ്ട്, നല്ല വീടുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയ പലതും ഇവിടെയുണ്ട്. സ്വിമ്മിംഗ് പൂൾ, നല്ല വീട്, ചെടി, ഗാർഡൻ, അങ്ങനെ പൂക്കൾ. ഇത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. സാധാരണ സ്റ്റെപ്പല്ല, കാണാൻ വളരെ മനോഹരമായ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള ടൈപ്പ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറിയാലും ഒരു മടുപ്പ് തോന്നില്ല, ഒരു മടി വരില്ല നമുക്ക്. പിന്നെ നല്ല നല്ല പൂച്ചകളൊക്കെ ഉണ്ടോ, പൂച്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു നല്ലൊരു ഒരു കുളിർമയാണ് കിട്ടുന്നത് നമുക്ക്. പിന്നെ ഇതേപോലെ പഴയ കാലം ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ കണ്ടത് നിങ്ങൾ. പൂച്ച ഒന്നും രണ്ടുമല്ല, നമുക്ക് വേറെയും ഉണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ള മനോഹരമായ പൂച്ചകളാണ് ഇവിടെ ഉള്ളത്. ആർക്കും ഇവിടെ വിശ്വസിച്ച് വരാം, അത്ര ഒരു വളരെ നല്ലൊരു പ്ലേസാണിത്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇനി ഫാമിലിക്കല്ലാതെ കൂട്ടുകാർക്ക് കൂടെ വരാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരാം. കാരണം നമുക്ക് എങ്ങനെ വന്നാലും ഒരു മടുപ്പ് തോന്നില്ല. ഇതൊക്കെ കണ്ടോ, എന്ത് ഭംഗിയിലാണ് ഇവിടെ സ്റ്റെപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പ്, കല്ല്, സ്വിമ്മിംഗ് പൂൾ, പൂക്കൾ, എന്തൊക്കെ. ഇനി എത്ര ദിവസം നിന്നാലും നമുക്ക് മടുപ്പ് തോന്നില്ല. ഈ വെള്ളമൊക്കെ കണ്ടോ, ഇറങ്ങി കുളിക്കാൻ തോന്നും. പിന്നെ ഇതുണ്ടോ, ഈ പോകുന്നതൊക്കെ കണ്ടോ. പിന്നെ ബോട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് തിന്നാനൊക്കെ കൊടുക്കാം. ഇത് നമുക്ക് ഇറങ്ങി കുളിക്കാൻ തോന്നും, അത്ര അടിപൊളിയാണ് കാണാൻ നമുക്ക്. പിന്നെ ബോട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിൽ ബോട്ടിൽ കയറി പോകാം. അവിടെ തൊട്ടടുത്ത ഇരുന്ന് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നോക്കാം, നമുക്കൊരിക്കലും മടുപ്പ് വരില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും നമുക്ക് മടുപ്പ് തോന്നില്ല. അത്ര ഒരു ഭംഗിയുള്ള സ്ഥലമാണിത്. ഇത് കണ്ടോ, വെള്ളത്തിന് നടുക്കായിട്ടൊരു നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. എല്ലാം കൊണ്ട് വളരെ മനോഹരമാണ് ഇവിടെ. ഇത് നമ്മുടെ റൂമാണ്. ടേബിളും ചെയറുമൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയാ കാണാൻ വേണ്ടി. ഇനി നമ്മുടെ റൂം ഇതാ, എന്ത് മനോഹരമാണ്. നല്ല ഗ്ലാസും ബെഡും, എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്